തൃശൂരിൽ കോൺഗ്രസിനുണ്ടായ തോൽവിയിൽ കെ.പി.സി.സി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വി.എസ്. സുനിൽകുമാർ. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. മാധ്യമങ്ങളെ പഴിച്ചിട്ട് എന്ത് കാര്യമെന്നും വി.എസ്. സുനിൽകുമാർ ചോദിച്ചു. മാധ്യമങ്ങൾക്കെതിരായ നിയമ നടപടിയോട് യോജിപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 18,000 വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികം കിട്ടി എന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് ജയിച്ച ഒരു മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളതിന് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്ക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് ഒരു മുമ്പിൽ ചോദ്യം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് അസാധാരണമായ മുന്നേറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം പ്രതിഫലിക്കാതിരുന്നതുകൊണ്ടാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ജയിക്കണം, അല്ലെങ്കിൽ അവർ ഗണ്യമായ വോട്ടോടു കൂടി 2ാം സ്ഥാനത്ത് വരേണ്ടതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. 3ാം സ്ഥാനത്ത് നിന്നിരുന്ന BJP 1ാം സ്ഥാനത്തേക്ക് വന്നു. LDFന് 2019 17,000 വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു. ഇത് സാമാന്യമായി നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നൊരു കാര്യമാണ്. ഈ വിഷയത്തെപ്പറ്റി നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഗൗരവത്തോടുകൂടി അന്വേഷിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് അവർ ആ റിപ്പോർട്ട് ജനങ്ങളോട് പുറത്തുവിട്ട് പറയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തു വിടുന്നതാണ് ഉചിതം. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു അനാവശ്യമായ ചർച്ചയിലേക്ക് വഴിവെക്കാൻ ഇടയാക്കേണ്ടതായിരുന്നില്ല. കാരണം നമ്മൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് BJP പോലെയുള്ള ഒരു വർഗീയ ശക്തി വിജയിക്കാനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരം എന്ന നിലയിൽ അവരന്വേഷിച്ച ആ റിപ്പോർട്ട് പുറത്ത് വിട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലാതെ മാധ്യമപ്രവർത്തകരാണ് ഇതിന് കുഴപ്പമുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്കെതിരായി നീങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.